പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 29 നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 2-ാം ദിനം ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിയതിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. അപ്പ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവ്, ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തതിന് സ്തോത്രം 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 സ്തോത്രം. അപ്പാ സ്തോത്രം. അമേൻ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് താങ്ക് യു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകളെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് എത്ര നല്ലവൻ, അങ്ങെത്ര വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വാത്സല്യം ഓർക്കുമ്പോൾ നന്ദി പറയുന്നു പിതാവേ. ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് ഒരുക്കി തന്ന മുഖാന്തരമാണല്ലോ ഇത്. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഏടുകളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പലവിധ ആവശ്യങ്ങളുടെ നടുവിൽ നിൽക്കുന്നവരുണ്ട്. ഈ വർഷം തീരാൻ പോകുമ്പോൾ, ഈ വർഷം തീരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടവരായിട്ടുള്ളവരുണ്ട്, ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടവരായിട്ടുണ്ട്, ചില കടങ്ങൾ വീടേണ്ടതായിട്ടുണ്ട്. കർത്താവായ യേശുവിൻ നാമത്തിൽ ആ വിഷയങ്ങളുടെ മേൽ അത്ഭുതം നടക്കട്ടെ. 29, 30, 31 ദിവസങ്ങൾ മിറക്കിൾസ് ഡേ ആയി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ലാസർ ഉയർത്തെഴുന്നേറ്റതുപോലെ ആമേൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി ഈ 3 ദിവസങ്ങൾ മാറട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാളെ മറ്റന്നാൾ അത്ഭുതങ്ങളുടെ ദിവസമായി മാറട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളായി മാറട്ടെ. ആത്മപകർച്ചയുടെ ദിവസങ്ങളായി മാറട്ടെ. ദൈവകൃപ വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നട്ടെല്ല് സംബന്ധമായ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ നടുവിൻ്റെ വേദന പൂർണ്ണമായിട്ട് ആമേൻ കംപ്ലീറ്റ് ആയിട്ട് യേശുവിൻ നാമത്തിൽ ആമേൻ അത്ഭുതം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. പ്രത്യേകിച്ച് കാലിലേക്കുള്ള ആ നംനെസ്സുകൾ ആമേൻ യെസ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. കംപ്രഷൻ, നെർവ് കംപ്രഷൻ യേശുവിൻ നാമത്തിൽ റിലീസാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ. കാലിലേക്കുള്ള നംനെസ്സുകൾ മാറട്ടെ, കയ്യിലെ നംനെസ്സുകൾ മാറട്ടെ. ഇപ്പോൾ മുതൽ പൂർണ്ണ സൗഖ്യത്തോടെ നടക്കട്ടെ. എഴുന്നേൽക്കട്ടെ, നടക്കട്ടെ, ഓടട്ടെ, ചാടട്ടെ, സ്റ്റെപ്പുകൾ കയറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ, പൂർണ്ണ സൗഖ്യമാകട്ടെ. യെസ് യെസ് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ. മറ്റ് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ലോകത്തെമ്പാടും സഭായോഗം നടക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭായോഗങ്ങളും ഒരു ഉണർവ് മീറ്റിങ്ങുകളായി മാറട്ടെ. എല്ലായിടത്തും ഉണർവുണ്ടാകട്ടെ. ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ച കർത്താവെ, അഭിഷേകന്മാർ അങ്ങയുടെ കൈകളിൽ പ്രയോജനപ്പെടട്ടെ. വലിയ ഉണർവിലേക്ക് ഇന്നത്തെ മീറ്റിങ്ങുകളെല്ലാം മാറുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ ആമേൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ വലിയ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 2-ാം ദിവസമാണ്. ഇന്നലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരുന്നു. ഈ 2-ാം ദിവസത്തിനായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കൈകളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്നലെ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. ഇന്നത്തെ ദിവസവും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ ഉണ്ടാകട്ടെ. വലിയ ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. വചനത്തിൻ്റെ വെളിപ്പാടുകളും ആത്മാവിൻ്റെ ശക്തിയും പ്രവാഹവും ഞങ്ങളുടെ നടുവിലുണ്ടാകുന്നതിന് സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രത്യേകിച്ച് ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. റൈറ്റ് ഷോൾഡറിന് ആമേൻ പെയിൻ ആയിട്ടിരിക്കുന്നവർ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ വലത്തെ ഷോൾഡറിലുള്ള വേദന ആമേൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. വലത്തെ ഷോൾഡറിലുള്ള വേദന കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഹീലാകട്ടെ. അത്ഭുതം ചെയ്തതിന് സ്തോത്രം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കാം. ദൈവവചനത്തിലേക്ക് നമുക്ക് പോകാം. 103-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം പറയുന്നു, ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ ദയ കർത്താവിൻ്റെ ഭക്തന്മാരോട് അല്ലെങ്കിൽ കർത്താവിൻ്റെ മക്കളോട് വലുതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലെത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളിലൊന്നാണ് ദൈവത്തിൻ്റെ ദയ. ആമേൻ. ഈ ഒരു വർഷം നമ്മളെ നിലനിർത്തിയത് ദൈവത്തിൻ്റെ ദയയാണ്. ആമേൻ, ആമേൻ. നാം മുടിഞ്ഞു പോകാതിരുന്നത്, നാം തകർന്നു പോകാതിരുന്നത്, നാം നശിച്ചു പോകാതിരുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. നാം ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. നാം അനുഭവിച്ച ഓരോ നന്മകൾക്കും കാരണം കർത്താവിൻ്റെ ദയയാണ്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല. കർത്താവിന് നമ്മളോട് തോന്നിയ കരുണയും കൃപയുമാണ് ഈ ഒരു വർഷക്കാലം നമ്മളെ നിലനിർത്തിയത്. അതുകൊണ്ട് ഇന്ന് ഈ 29-ാം തീയതി പ്രിയപ്പെട്ടവരെ, കർത്താവിന് നന്ദി പറയുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. എന്നോട് തോന്നിയ അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം. എൻ്റെ കുടുംബത്തോട് തോന്നിയ അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം. സഭയോട് തോന്നിയ അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ നിലനിർത്തിയത് ആമേൻ മറ്റൊന്നുമല്ല, ഞങ്ങൾ കഴിച്ച സപ്ലിമെൻറ്റുകളോ, ഞങ്ങൾ കഴിച്ച ഇമ്മ്യൂണിറ്റി ഡോസുകളോ, അല്ലെങ്കിൽ അങ്ങനെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി ഞങ്ങൾ കഴിച്ച എന്തെങ്കിലും ഒന്നുമല്ല. ഞങ്ങളെ ആരോഗ്യത്തോടെ നിർത്തിയത്, ഞങ്ങളെ സൗഖ്യത്തോടെ നിർത്തിയത്, ഞങ്ങളെ ജീവനോടെ നിർത്തിയത് അങ്ങയുടെ കൃപയാകുന്നു. അവൻ ഞങ്ങൾ വീഴാതെ ഞങ്ങളെ നിർത്തിയത് അങ്ങയുടെ കൃപയാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബം സംരക്ഷിക്കപ്പെട്ടത്, കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെട്ടത് അങ്ങയുടെ കൃപയാകുന്നു. ആ വൻ കൃപയ്ക്കായിട്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധി സ്തോത്രം പറയണം. പ്രിയപ്പെട്ടവർ, ഈ അവസാന ദിവസങ്ങളിൽ, ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ അവൻ്റെ സാന്നിധ്യത്തിലിരിക്കാൻ പഠിക്കുക. മാക്സിമം ദൈവ സാന്നിധ്യത്തെ ആമേൻ അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. കാരണം ദൈവത്തോടുള്ള നന്ദി, ഒരാളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ ആളിനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യണം. ആമേൻ നന്ദി പറയുമ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ആമേൻ രാവിലെയും ഉച്ചയ്ക്കും പ്രത്യേകിച്ച് വൈകിട്ടത്തെ മീറ്റിങ്ങിലൊക്കെ ആമേൻ മണിക്കൂറുകൾ കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ട് ആമേൻ കർത്താവേ അങ്ങേക്ക് നന്ദി. വേദോസ്തത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, അവൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ആമേൻ. യഹോവയുടെ ആലയത്തിൽ വസിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും, അവർ ബലം പ്രാപിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2025 പ്രിപ്പറേഷൻ നടക്കുക നമ്മുടെ. അപ്പം ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ദയക്കായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അത് നിങ്ങളുടെ 2025 അനുഗ്രഹമാക്കി തീർക്കും. ആമേൻ. കൂടുതൽ ശക്തിയോടും ബലത്തോടും കൂടെ 2025 കയറുവാൻ, ദൈവത്തിൻ്റെ കൃപയിൽ ആമേൻ കയറുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നത് മറക്കരുത്. കൂടുതൽ സമയം കർത്താവിനോടുകൂടെ സ്പെൻഡ് ചെയ്യുന്ന കാര്യം മറക്കരുത്. കർത്താവിനോടുകൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അത് അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് തിരുവചനം പറഞ്ഞത്. അവർ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ദയക്കായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത് ഇരിക്കുക, സ്തോത്രം പറയുക. കർത്താവേ, സങ്കീർത്തനക്കാരൻ പറഞ്ഞോളൂ ആമേൻ. ഈ 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, എൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു, എൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഓരോന്ന് പറഞ്ഞിട്ട് കർത്താവിന് നന്ദി പറയുക കേട്ടോ. മറക്കൽ ഇന്നത്തെ പകൽക്കാലം ആകാശം ഭൂമിക്ക് മുതൽ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മളോടുള്ള ദൈവത്തിൻ്റെ ദയ, അതായത് നമ്മുടെ കഴിവല്ല, നമ്മുടെ ഉപവാസം കൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടല്ല, കർത്താവിന് നമ്മളോട് തോന്നിയ കരുണ, യേശു ക്രിസ്തുവിലൂടെ നമ്മളോട് തോന്നിയ സ്നേഹം, ക്രിസ്തുയേശുവിലൂടെ ആ യേശുവിൻ്റെ രക്തത്തിലൂടെ നമ്മളെ കഴുകി അവൻ നമ്മളെ മക്കളാക്കി തീർത്തു, നമ്മളോട് കാണിച്ച ആ കരുണയാണ്
ഇതെല്ലാം കാരണം. അതുകൊണ്ട് ആ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കർത്താവേ, എന്നോടുള്ള അങ്ങയുടെ മഹാകൃപയ്ക്കായിട്ട് സ്തോത്രം, എന്നോടുള്ള അങ്ങയുടെ മഹാദയക്കായിട്ട് നന്ദി എന്ന് പറഞ്ഞ് ഇന്നത്തെ പകൽക്കാലം മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. എല്ലാവരും പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിലും നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഓർത്ത് നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് നന്ദി, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ച് നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ.